നമസ്കാരം. മോർണിംഗ് പ്രൈം ടൈമിലേക്ക് സ്വാഗതം. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ പ്രചാരണ പരിപാടികൾ തുടരുന്നു. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി ഇന്ന് പ്രചാരണം നടത്തും. തിരുനെല്ലി ക്ഷേത്ര സന്ദർശനത്തിന് ശേഷമാണ് രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിൽ പങ്കെടുക്കുക. കാസർഗോഡ്, കണ്ണൂർ, വടകര മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും പ്രധാന UDF നേതാക്കളും പങ്കെടുക്കുന്ന അവലോകന യോഗത്തിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കും. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അശ്വിൻ വല്ലത്ത്, തിരുനെല്ലി ക്ഷേത്രത്തിൽ നിന്ന് CV അനുമോദ് എന്നിവർ ചേരുകയാണ്. ആദ്യം അശ്വിൻ വല്ലത്തിലേക്ക്. അശ്വിൻ, എത്ര മണിയോടുകൂടിയാണ് അവലോകന യോഗം നടക്കുക? അവിടെ മറ്റു പൊതുസമ്മേളനങ്ങളിൽ മറ്റോ രാഹുൽ ഗാന്ധി സംസാരിക്കുമോ? ദിവ്യ, 8 മണിയോടുകൂടിയാണ് കാസർഗോഡ്, കണ്ണൂർ, വയനാട് മണ്ഡലങ്ങളിലെ UDF നേതാക്കളുടെ യോഗം ചേരുന്നത്. ഇവിടെ കണ്ണൂർ സാധു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് യോഗം. ഏതാണ്ട് 7:50 രാഹുൽ ഗാന്ധി ഇപ്പോൾ താമസിക്കുന്നത് കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പുറപ്പെടും. കൃത്യം 8 മണിയോടുകൂടി തന്നെ യോഗം തുടങ്ങും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തിരഞ്ഞെടുത്ത 350 പേർക്ക് SPGയുടെ VIP പാസ് കൊടുത്ത 350 പേരാണ്, 350 നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. കർശന പരിശോധനകൾക്ക് ശേഷം മാത്രമേ നേതാക്കളെ ഉള്ളിലേക്ക് കടത്തിവിടുന്നുള്ളൂ. ഈ പാസുള്ള ആളുകളെ മാത്രമേ ഉള്ളിലേക്ക് കടത്തിവിടുന്നുള്ളൂ. ഈ യോഗത്തിൽ ഈ 3 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളും ഒപ്പം അതേപോലെ AICC ജനറൽ സെക്രട്ടറിമാരായ മുകുൾ വാസ്നിക്, അതേപോലെ KC വേണുഗോപാൽ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവരും രാഹുലിനൊപ്പം പങ്കെടുക്കും. അത് ഒരു അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിപാടിയായിരിക്കും. ഈ 3 മണ്ഡലങ്ങളിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളെക്കുറിച്ചും മറ്റും രാഹുൽ ഗാന്ധി ഇവരോട് സംസാരിക്കും. കണ്ണൂരിൽ മറ്റു പൊതുപരിപാടികളൊന്നും രാഹുൽ ഗാന്ധിക്കില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു യോഗം ഇവിടെ ചേരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. കർശനമായ പരിശോധനകൾക്ക് കോൺഗ്രസ് പാർട്ടിയുടെ മറ്റോ പാസുകളല്ല, SPG തന്നെ നൽകിയ പാസുകൾ ഉള്ളവർക്ക് മാത്രമേ ഉള്ളിലേക്ക് പ്രവേശനമുള്ളൂ. കണ്ണൂർ നഗരത്തിലെങ്ങും കർശനമായ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് രാഹുൽ ഇവിടെ എത്തിയത്. അതിനുശേഷം യോഗത്തിന് ശേഷം 8:50 രാഹുൽ ഇവിടെ നിന്ന് DSCയുടെ ആസ്ഥാനത്ത് ഉള്ള ഹെലിപ്പാഡിലേക്ക് യാത്രയാവും. 9 മണിക്ക് അവിടെ നിന്നാണ് ഹെലികോപ്റ്ററിൽ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് യാത്രയാവുക. ഒപ്പം മുകുൾ വാസ്നിക്, KC വേണുഗോപാൽ, ഉമ്മൻചാണ്ടി തുടങ്ങിയ നേതാക്കളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും. അങ്ങനെയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന സമയക്രമങ്ങൾ. ഏതായാലും കണ്ണൂർ നഗരത്തിൽ കർശന സുരക്ഷ തുടരുന്നു. യോഗത്തിനുള്ള ഒരുക്കങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഈ സാധു ഓഡിറ്റോറിയത്തിൻ്റെ 2ാമത്തെ ഗേറ്റിന് പുറത്ത് മാത്രമേ മാധ്യമപ്രവർത്തകർക്ക് പോലും പ്രവേശനമുള്ളൂ. അതിനുശേഷം രാഹുൽ മാധ്യമങ്ങളെ കാണുമെന്ന് UDF നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അറിയിപ്പുണ്ടെങ്കിലും അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പും ലഭിച്ചിട്ടില്ല. ഏതായാലും യോഗത്തിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. നേതാക്കളെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നു. പാസുകൾ പരിശോധിച്ച ശേഷം പോലീസും അതേപോലെ തന്നെ പ്രധാന ഗേറ്റിൽ നിന്ന് പോലീസും ഉള്ളിലെ ഗേറ്റിൽ നിന്ന് SPGയുമാണ് പ്രവർത്തകരെ ഓഡിറ്റോറിയത്തിന് ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. ഈ 3 മണ്ഡലങ്ങളിലെ ബ്ലോക്ക് അതേപോലെ തന്നെ DCC ഭാരവാഹികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ദിവ്യ, ശരി. തിരുനെല്ലി ക്ഷേത്രത്തിൽ നിന്ന് CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, 9 മണിയോടുകൂടി രാഹുൽ ഗാന്ധി കണ്ണൂരിൽ നിന്ന് തിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ വയനാട് തിരുനെല്ലി ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് പ്രചാരണ പരിപാടികൾ. അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികൾ ഇന്ന് ഏത് രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്? ഒപ്പം ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്? ദിവ്യ, 9:50 തിരുനെല്ലി ക്ഷേത്രത്തിന് 2 കിലോമീറ്റർ അകലെയുള്ള SIUP സ്കൂളിലെ പ്രത്യേക ഹെലിപ്പാഡിൽ അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ വന്നിറങ്ങുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. അദ്ദേഹം ഇവിടെ ഏകദേശം 9:50 ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 10 മിനിറ്റോളം സമയം മാത്രം മതി അദ്ദേഹം ഇവിടെ എത്താൻ. 10 മണിയോടെ അദ്ദേഹം ഇവിടേക്ക് എത്തും. ആദ്യം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുനെല്ലി ക്ഷേത്രത്തിന് മുൻപിലാണ്. ഈ ക്ഷേത്രത്തിനടുത്തുള്ള സത്രത്തിലേക്കാണ് അദ്ദേഹം ആദ്യം പോവുക. അവിടെ അല്പസമയം വിശ്രമിച്ച ശേഷം രാഹുൽ ഗാന്ധി ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. ക്ഷേത്രത്തിൽ അദ്ദേഹം പിതൃതർപ്പണ ചടങ്ങും പിതൃപൂജയുമാണ് ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ പടികളിലൂടെ അദ്ദേഹം ക്ഷേത്രത്തിന് പുറത്ത് പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി ഇവിടെ നിന്നും 3/4 കിലോമീറ്റർ അകലെയുള്ള പാപനാശിനിയിലേക്ക് പോകും. പാപനാശിനിയിൽ വെച്ചാണ് പിതൃതർപ്പണ ചടങ്ങുകളെല്ലാം തന്നെ നടക്കുക. അതിനുശേഷം പിതൃതർപ്പണ ചടങ്ങുകൾക്ക് ശേഷം അദ്ദേഹം തിരിച്ച് ക്ഷേത്രത്തിലെത്തി നാലമ്പലത്തിനുള്ളിൽ പ്രവേശിച്ച് മേൽശാന്തിയിൽ നിന്നും പ്രസാദം വാങ്ങിക്കുകയും മറ്റു പൂജകൾ നടത്തുകയും ചെയ്യും എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. ഏകദേശം 1 മണിക്കൂറോളം സമയം രാഹുൽ ഗാന്ധിക്ക് തിരുനെല്ലി ക്ഷേത്രത്തിൽ ചെലവഴിക്കേണ്ടി വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കർശന നിയന്ത്രണവും കർശന സുരക്ഷയുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. പ്രത്യേക ബാരിക്കേഡ് വെച്ച്
ആളുകളെല്ലാം തന്നെ നിയന്ത്രിച്ച് വേർതിരിച്ചാണ് ഇപ്പോൾ തന്നെ പോലീസ് തങ്ങളുടെ സുരക്ഷാ പരിപാടികളെല്ലാം തുടങ്ങിയിട്ടുള്ളത്. മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ അമ്പലത്തിനുള്ളിലേക്കോ പാപനാശിനിയിലേക്കോ പോകാനുള്ള അനുവാദം നൽകിയിട്ടില്ല. കെ സി വേണുഗോപാൽ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങി വളരെ തിരഞ്ഞെടുത്ത വ്യക്തികൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പാപനാശിനിയിലേക്ക് പോകുന്നത്. മാധ്യമങ്ങളെ ഒന്നും തന്നെ ഈ രാഹുലിൻ്റെ കൂടെ പ്രവേശിക്കാൻ അനുമതി നൽകിയിട്ടില്ല, അനുമതി ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. തികച്ചും സ്വകാര്യമായ ഒരു ചടങ്ങാണ് ഇത് എന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള നീക്കമെന്നാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്താണെങ്കിലും രാഹുൽ വരുന്നതിന് 3 മണിക്കൂർ മുമ്പ് തന്നെ അതിന് മുന്നോടിയായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തിരുനെല്ലി ക്ഷേത്രത്തിൽ ഇപ്പോൾ ഒരുക്കാൻ തുടങ്ങിയിരിക്കുന്നു. പോലീസിൻ്റെ സംഘം വന്നു കഴിഞ്ഞിരിക്കുന്നു. സ്പെഷ്യൽ കമാൻഡോസും തണ്ടർബോൾട്ടും അടങ്ങുന്ന സംഘവും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. സമാനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ അദ്ദേഹം വന്നിറങ്ങുന്ന SIUP സ്കൂളിലും അതിൻ്റെ ഹെലിപ്പാഡിനോട് ചേർന്നും തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇവിടുന്ന് അദ്ദേഹം 1 മണിക്കൂറോളം സമയം ഇവിടെ ചെലവഴിച്ച ശേഷം 11 മണിയോടെ ആയിരിക്കാം ഒരുപക്ഷെ ഇവിടുത്തെ പരിപാടികൾ തീരുന്ന മുറയ്ക്കാണ് അദ്ദേഹം ഇവിടുന്ന് മടങ്ങുക. സ്വാഭാവികമായിട്ട് ഒരു 11 മണിക്ക് മുമ്പേ തന്നെ അദ്ദേഹം ഇവിടെ നിന്നും ആദ്യ സമ്മേളന സ്ഥലമായ സുൽത്താൻ ബത്തേരിയിലേക്ക് പോകും എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. എന്താണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിന് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തിരുനെല്ലി ക്ഷേത്രത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് അദ്ദേഹം 10 മണിയോടെ തിരുനെല്ലിയിലെത്തും. ശരി. വോട്ട് തേടി രാഹുൽ ഗാന്ധി ഇന്ന് വയനാട് ജില്ലയിലേക്ക് എത്തുകയാണ്. പ്രശസ്തമായ മഹാവിഷ്ണു ക്ഷേത്രമായ തിരുനെല്ലി ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുക. കണ്ണൂരിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത്. അവിടെ ചെറിയ അവലോകന യോഗമുണ്ട്. അതിനുശേഷം 9 മണിയോടുകൂടി അദ്ദേഹം വയനാട്ടിലേക്ക് തിരിക്കും. വിശദാംശങ്ങളാണ് CV അനുമോദും അശ്വിൻ വല്ലത്തും നൽകിയത്. വയനാട് ജില്ലയിലെ പ്രശസ്തമായ മഹാവിഷ്ണു ക്ഷേത്രമാണ് തിരുനെല്ലി അമ്പലം. വടക്കൻ മലബാറിൽ ബലിതർപ്പണം നടക്കുന്ന പ്രധാന ഇടം കൂടിയാണ് തിരുനെല്ലി. രാഹുൽ ഗാന്ധിയുടെ ദർശനത്തിനായി ക്ഷേത്രത്തിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി എക്സിക്യൂട്ടീവ് ഓഫീസർ KC സദാനന്ദൻ ന്യൂസ് 18നോട് പറഞ്ഞു. നമ്മോടൊപ്പം ഇപ്പോൾ ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ KC സദാനന്ദൻ ചേരുകയാണ്. എങ്ങനെയാണ് രാഹുലിന്റെ വരവിനെ തുടർന്നുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ആയിട്ടുള്ളത്? STP മുതലായ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞു. ഇന്നലെ അതിന് വേണ്ട ട്രയലും കഴിഞ്ഞു. ഇനി രാഹുൽ ഗാന്ധി ഈ ക്ഷേത്രത്തിലെത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ട ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തേണ്ടത്. ദേവസ്വം എക്സിക്യൂട്ടീവ് എന്ന നിലയിലും ദേവസ്വം ട്രസ്റ്റി കേശവദാസുടെ നേതൃത്വത്തിൽ ക്ഷേത്ര ജീവനക്കാരും മറ്റ് ഭരണകർത്താക്കളും ഒക്കെ ചേർന്നുകൊണ്ട് ക്ഷേത്രത്തിൽ വളരെ പക്വതയോടുകൂടിയുള്ള ഒരു നിരീക്ഷണത്തിലൂടെ തന്നെ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് തൊഴാനും ബലിതർപ്പണം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. രാഹുലിന്റെ എന്തൊക്കെയാണ് ക്ഷേത്രത്തിലെ ചടങ്ങുകൾ? എന്തൊക്കെയാണ് രാഹുലിനെ ഇവിടെ എത്തി പഞ്ചതീർത്ഥം വിശ്രമ മന്ദിരത്തിൽ അദ്ദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പഞ്ചവിശ്രമ ഒരു അല്പനേരം വിശ്രമിച്ചതിന് ശേഷം പിന്നെ ക്ഷേത്ര ആചാരപ്രകാരമുള്ള വസ്ത്രവിധാനത്തോടുകൂടി അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് കടക്കുകയും ക്ഷേത്രം വലം വെച്ച് കിഴക്കേ നടയിലെത്തി അവിടെ ഒരു പ്രാർത്ഥനയുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛനും അതായത് സന്തതി പരമ്പരകൾക്കാണ് ഇവിടെ ഈ ബലിതർപ്പണം ചെയ്യുന്നത്. അദ്ദേഹം അവിടെ ഒരു പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം നേരെ തൊഴുത് പാപനാശിനിയിൽ പോവുകയും പാപനാശിനിയിൽ നിന്ന് അവിടെ ബലി തർപ്പണം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. വളരെ വിശദമായ കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ നമ്മോട് പങ്കുവച്ചത്. അതായത് 1 മണിക്കൂറോളം സമയം അദ്ദേഹം ഇവിടെ ചെലവഴിക്കും, രാഹുൽ ഗാന്ധി ഇവിടെ ചെലവഴിക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ കാണുന്ന പടികളിലൂടെയാണ് അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുക. എന്താണെങ്കിലും രാഹുലിന്റെ വരവ് 9:50 ഇവിടെ SILP സ്കൂളിൽ ആയിരിക്കും ഹെലിപ്പാഡിലായിരിക്കും ഉണ്ടാവുക. എന്താണെങ്കിലും രാഹുലിന്റെ വരവിനായി ഇപ്പോൾ തിരുനെല്ലി പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കും. ഇടതുപക്ഷത്തെയും സംസ്ഥാന സർക്കാരിനെയും വിമർശിക്കാതെ BJP വിരുദ്ധ രാഷ്ട്രീയത്തിന് ഊന്നൽ നൽകിയാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ പ്രചാരണം മുന്നോട്ടു പോകുന്നത്. രാഹുൽ വയനാട്ടിലെ സ്ഥാനാർത്ഥിയായതോടെ മലബാറിലെ മണ്ഡലങ്ങളിൽ UDFന് മേൽക്കൈ ലഭിച്ചിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. ഇന്നലെ വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞായിരുന്നു പ്രചാരണം. ഓരോ മണ്ഡലത്തിലും അതതിടത്തെ നിലപാടുകൾ സുവ്യക്തമായി പറഞ്ഞു. വയനാടിനെ കുറിച്ച് അമിത്ഷായുടെ പരാമർശങ്ങൾ വിവാദമായതിനിടെയാണ് ഇന്ന് രാഹുൽ വടക്കൻ ജില്ലകളിൽ എത്തുന്നത്. ഇടതുപക്ഷം രാഹുലിനെ കിട്ടുന്ന അവസരത്തിലെല്ലാം വിമർശിക്കുമ്പോൾ ഇടതിനെക്കുറിച്ചോ സർക്കാരിനെക്കുറിച്ചോ ഒരക്ഷരം വിമർശിച്ചു പറഞ്ഞില്ല എന്നു മാത്രമല്ല, സർക്കാരിനെ പ്രശംസിക്കാനും രാഹുൽ മറന്നില്ല. ഇടതിനോടുള്ള രാഹുലിന്റെ സമീപനം ആർക്ക് ഗുണം ചെയ്യും? ഈ വിഷയമാണ് ന്യൂസ് അജണ്ട മുന്നോട്ട് വയ്ക്കുന്നത്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട പോളിംഗ് നാളെ 11 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയും ഉൾപ്പെടെ 95 മണ്ഡലങ്ങൾ വിധിയെഴുതും. തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ വെല്ലൂർ ഒഴികെ തമിഴ്നാട്ടിലെ 38 സീറ്റുകളിൽ വോട്ടെടുപ്പ് നാളെ പൂർത്തിയാക്കും. ക്രമസമാധാന പ്രശ്നങ്ങളെ തുടർന്ന് ത്രിപുര ഈസ്റ്റിലെ വോട്ടെടുപ്പ് 23ലേക്ക് മാറ്റി. ആദ്യഘട്ടത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്കെതിരെ വ്യാപകമായ പരാതി ഉയർന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധന കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം രാവിലെ ആരംഭിക്കും. 39 സീറ്റുകളുള്ള തമിഴ്നാട്ടിൽ നാളെ ഒറ്റഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകേണ്ടതായിരുന്നു. എന്നാൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ DMK സ്ഥാനാർത്ഥി ദുരൈമുരുകന്റെ വീട്ടിൽ നിന്ന് കണക്കിൽപ്പെടാത്ത വൻതുക പിടിച്ചെടുത്തതിനെ തുടർന്ന് വെല്ലൂരിലെ വോട്ടെടുപ്പ് റദ്ദാക്കി. ക്രമസമാധാന പ്രശ്നങ്ങളെ തുടർന്ന് ത്രിപുര ഈസ്റ്റിലെ വോട്ടെടുപ്പ് 23ലേക്ക് മാറ്റി. കർണാടകത്തിൽ 14 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കും. ഉത്തർപ്രദേശിൽ വോട്ടെടുപ്പ് നടക്കുന്ന 8 മണ്ഡലങ്ങളിൽ 4 സംവരണ മണ്ഡലമാണ്. മഹാരാഷ്ട്രയിലെ 10 അസം, ബീഹാർ, ഒഡീഷ സംസ്ഥാനങ്ങളിലെ 5 വീതം മണ്ഡലങ്ങളിലും പോളിംഗ് നടക്കും. മാവോയിസ്റ്റ് സ്വാധീന മേഖലയായ ഖാങ്കർ ഉൾപ്പെടെ ഛത്തീസ്ഗഡിലെ 3 മണ്ഡലങ്ങളും ജമ്മു കാശ്മീരിലെ ശ്രീനഗർ, ഉധംപൂർ മണ്ഡലങ്ങളും പോളിംഗ് ബൂത്തിലെത്തും. കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ, കനിമൊഴി, ദയാനിധിമാരൻ, എ രാജ, നടൻ പ്രകാശ് രാജ്, ഹേമമാലിനി, ഫറൂഖ് അബ്ദുള്ള ഉൾപ്പെടെയുള്ള പ്രമുഖർ രണ്ടാം ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. DMK നേതാവ് കനിമൊഴിയുടെ വീട്ടിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ്. കള്ളപ്പണം സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. റെയ്ഡിന് പിന്നിൽ പ്രധാനമന്ത്രിയാണെന്ന് DMK ആരോപിച്ചു. കനിമൊഴിയുടെ തൂത്തുക്കുടിയിലെ വസതിയിൽ ഇന്നലെ രാത്രിയോടെയായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ്. വീടിന്റെ മുകളിലത്തെ നിലയിൽ കള്ളപ്പണം സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. എന്നാൽ റെയ്ഡിൽ ഒന്നും കണ്ടെത്താനായില്ലെന്ന് ആദായ നികുതി വകുപ്പ് അധികൃതർ അറിയിച്ചു. റെയ്ഡ് ജനാധിപത്യ വിരുദ്ധമാണെന്നും പ്രധാനമന്ത്രിയാണ് ഇതിന് പിന്നിലെന്നും കനിമൊഴി ആരോപിച്ചു. தேர்தல் கமிஷனும் இன்று IT டிபார்ட்மெண்ட்டும் மோடியோடைய கூட்டணி சேர்ந்து கொண்டு அவர்களுடைய கூட்டணியிலே வலு சேர்க்கக்கூடிய வகையிலே மற்ற எல்லா எதிர்க்கட்சிகளையும் பயமுடுத்தக்கூடிய அவர்களை பயன்படுத்தி இந்த IT டிபார்ட்மெண்ட்டையும் எலெக்ஷன் கமிஷனையும் பயன்படுத்தி எதிர்க்கட்சிகளுக்கெல்லாம் എതിരാக അവர்கள் செயல்பட்டு கொண்டிருக்கிறார்கள். നിലവിൽ രാജ്യസഭാംഗമായ കനിമൊഴി തൂത്തുക്കുടിയിൽ നിന്നാണ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഇതുവരെ 500 കോടിയോളം രൂപ വ്യത്യസ്ത റെയ്ഡുകളിൽ പിടിച്ചെടുത്തതായാണ് കണക്കുകൾ. നാളെയാണ് തമിഴ്നാട്ടിലെ 38 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തെരഞ്ഞെടുപ്പിനിടയിൽ പ്രതിപക്ഷ കക്ഷി നേതാക്കളുടെ വീടുകളിൽ വ്യാപകമായി റെയ്ഡ് നടക്കുകയാണ്. ഏറ്റവും ഒടുവിൽ DMK നേതാവ് കനിമൊഴിയുടെ തൂത്തുക്കുടിയിലെ വീട്ടിലും റെയ്ഡ് നടന്നു. എന്നാൽ അന്വേഷണ സംഘത്തിനൊന്നും കണ്ടെത്താനായില്ല. ഭരണകക്ഷിയിൽപ്പെട്ട നേതാക്കളെ പരിശോധനയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് സ്വാഭാവികമായും ഈ ചോദ്യം ഉയരുന്നത്: റെയ്ഡിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമോ? ന്യൂസ് അജണ്ട ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. ഈ വിഷയം തന്നെയാണ് ഇന്ന് പ്രേക്ഷകരുടെ പ്രതികരണത്തിനായി മുന്നോട്ട് വയ്ക്കുന്നത്. പ്രേക്ഷകർക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0471661581. രാവിലെ 7:30 മുതൽ പ്രേക്ഷകർക്ക് വിളിക്കാം. മംഗലാപുരത്ത് നിന്ന് അടിയന്തര ചികിത്സയ്ക്ക് കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ച കുഞ്ഞിന്റെ ശസ്ത്രക്രിയയുടെ കാര്യത്തിൽ വൈകിട്ടോടെ തീരുമാനമുണ്ടാകും. ഇന്നലെ വൈകിട്ട് 4:30 ആശുപത്രിയിൽ എത്തിച്ച കുഞ്ഞിനെ 24 മണിക്കൂർ നിരീക്ഷണത്തിന് വിധേയമാക്കിയിരിക്കുകയാണ്. അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ സംസ്ഥാനത്ത് എയർ ആംബുലൻസ് വാങ്ങുന്നത് പരിഗണനയിലുണ്ടെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. അടിയന്തര ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ എത്തിക്കാനാണ് 15 ദിവസം പ്രായമുള്ള കുഞ്ഞുമായി ആംബുലൻസ് മംഗലാപുരത്ത് നിന്ന് തിരിച്ചത്. ആരോഗ്യമന്ത്രി KK ശൈലജയുടെ നിർദ്ദേശപ്രകാരം കുഞ്ഞിനെ കൊച്ചി അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. വൈകിട്ട് 4:30 ആശുപത്രിയിൽ എത്തിച്ച കുഞ്ഞിനെ 24 മണിക്കൂർ നിരീക്ഷണത്തിന് വിധേയമാക്കാൻ ഡോക്ടർമാർ തീരുമാനിച്ചു. ശസ്ത്രക്രിയയുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. ഹൃദയ സംബന്ധമായ വിവിധ പ്രശ്നങ്ങളുള്ള കുഞ്ഞിന്റെ ആരോഗ്യനില ഗുരുതരമായതിനാൽ തീവ്രപരിചരണ വിഭാഗത്തിലാണുള്ളത്. കുഞ്ഞിന് വിദഗ്ധ ചികിത്സ നൽകാൻ സംസ്ഥാന സർക്കാർ ഡോക്ടർമാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ചികിത്സാ ചെലവും സർക്കാർ വഹിക്കും. കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചാണ് തിരുവനന്തപുരം വരെ എത്തിക്കാൻ കാത്തിരിക്കേണ്ടെന്ന് തീരുമാനിച്ചതെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞു. ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ എയർ ആംബുലൻസ് വാങ്ങുന്നത് പരിഗണനയിലുണ്ടെന്നും മന്ത്രി ന്യൂസ് 18 പറഞ്ഞു. ഇത്തരം കേസുകളിൽ നമുക്ക് ബൈ റോഡ് തന്നെ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും ഉണ്ട്. എന്നാൽ കേരളത്തിൽ ഒരു നല്ല ട്രോമാ കെയർ സംവിധാനം ഉണ്ടായിരുന്നില്ല.
അതുകൊണ്ട് ഈ ഗവൺമെൻറ് വന്ന ഉടനെ തന്നെ ഒരു ടോട്ടൽ ട്രോമാ കെയർ പ്രോജക്റ്റിന് രൂപം കൊടുക്കുകയും അതിപ്പോൾ ആംബുലൻസുകളൊക്കെ വാങ്ങുന്നത് ടെൻഡർ ചെയ്ത് ഒരു കമ്പനി അത് എടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് ഇടവിട്ട് പെട്ടെന്ന് പ്രശ്നം ഉള്ളിടത്തേക്ക് ആംബുലൻസ് എത്താനുള്ള സംവിധാനമാണ് ഇനി ഉണ്ടാക്കാൻ. മംഗലാപുരത്ത് നിന്ന് ആംബുലൻസ് പുറപ്പെട്ടതു മുതൽ തടസ്സമുണ്ടാകാതിരിക്കാൻ പോലീസ് ഗതാഗതം ക്രമീകരിച്ചിരുന്നു. 5.5 മണിക്കൂർ കൊണ്ട് 400 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ആംബുലൻസ് കൊച്ചിയിലെത്തിയത്. ന്യൂസ് 18 കൊച്ചി. ഇന്നലെ കേരളം ഹൃദയപൂർവ്വം വലിയൊരു ദൌത്യം ഏറ്റെടുക്കുകയായിരുന്നു. മംഗലാപുരത്ത് നിന്ന് ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി കൊണ്ടുവന്ന കുഞ്ഞിനെ മാർഗതടസ്സങ്ങളില്ലാതെ ആശുപത്രിയിലെത്തിക്കാനുള്ള വഴിയൊരുക്കി. സംസ്ഥാന സർക്കാരിന്റെ സമയോചിതമായ ഇടപെടൽ മൂലം തിരുവനന്തപുരത്തേക്കുള്ള യാത്ര കുറഞ്ഞു. ഗുരുതരാവസ്ഥയിൽ ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്നിരിക്കെ ഈ ആംബുലൻസ് യാത്രയേക്കാൾ ജീവൻ രക്ഷയ്ക്ക് എത്രയോ സഹായകമാവുക ആകാശമാർഗമുള്ള യാത്രയാണെന്നതിൽ തർക്കമില്ല. മംഗലാപുരത്തും തിരുവനന്തപുരത്തും കൊച്ചിയിലുമെല്ലാം വിമാനത്താവളമുണ്ടെന്നിരിക്കെ എയർ ആംബുലൻസ് സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഈ ജീവൻ വെച്ചുള്ള കളിയുടെ ഗൌരവം കുറച്ചുകൂടി കുറയ്ക്കാവുന്നതായിരുന്നു. ഇന്നലത്തെ സംഭവവും ഓർമ്മിപ്പിക്കുന്നത് കേരളത്തിന് സ്വന്തമായി എയർ ആംബുലൻസ് ഇല്ലാത്തതിന്റെ ന്യൂനതയാണ്. കേരളം സജീവമായി ചർച്ച ചെയ്യുന്നതും അതാണ്. എയർ ആംബുലൻസ് വാങ്ങാൻ എന്തുകൊണ്ട് നടപടിയുണ്ടാകുന്നില്ല? ഇനി കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ കാണാം. LDF കൺവീനർ എ വിജയരാഘവൻ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന പരാതിയിൽ പോലീസ് കേസെടുക്കാത്തതിനെതിരെ ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഇന്ന് കോടതിയിൽ ഹർജി നൽകും. ഏപ്രിൽ 2-ന് നൽകിയ പരാതിയിൽ 2 ആഴ്ച കഴിഞ്ഞിട്ടും നടപടിയെടുക്കാത്തത് ചൂണ്ടിക്കാട്ടിയാണ് രമ്യ ഹരിദാസ് ആലത്തൂർ കോടതിയെ സമീപിക്കുക. പൊന്നാനിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് എ വിജയരാഘവൻ അപകീർത്തികരമായ പരാമർശം നടത്തിയത്. രമ്യ ആലത്തൂർ ഡിവൈഎസ്പിക്ക് നൽകിയ പരാതി അന്വേഷണത്തിനായി മലപ്പുറം എസ്പിക്ക് കൈമാറിയിരുന്നു. പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചിട്ടും തുടർ നടപടിക്കായി SP നിയമോപദേശം തേടിയിരിക്കുകയാണ്. ഇത് കേസ് വൈകിപ്പിക്കാനുള്ള നീക്കമാണെന്നാണ് UDF ആരോപണം. മന്ദഗതിയിലായിരുന്ന തിരുവനന്തപുരത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ വരവോടെ കൂടുതൽ ഊർജ്ജസ്വലമായതിന്റെ ആവേശത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. കേരളത്തിന്റെയും കോൺഗ്രസിന്റെയും സമ്പത്തെന്നായിരുന്നു ശശി തരൂരിന് രാഹുൽ ഗാന്ധി നൽകിയ വിശേഷണം. അപകടത്തെ തുടർന്നുള്ള ആശുപത്രിവാസത്തിന് ശേഷമുള്ള തരൂരിന്റെ ആദ്യ പൊതുപരിപാടിയും ഇതായിരുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തോടെയാണ് രാഹുൽ ഗാന്ധിയെ വരവേറ്റത്. ഇതോടെ അലസത വിട്ട് തിരുവനന്തപുരത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾ ടോപ്പ് ഗിയറിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്ന വലിയ ആശ്വാസത്തിലാണ് നേതൃത്വം. കഴിഞ്ഞ തവണ തരൂരിനെ രക്ഷപ്പെടുത്തിയ തീരമേഖലയ്ക്കും മത്സ്യത്തൊഴിലാളികൾക്കും പ്രത്യേക പരിഗണന നൽകുന്നതായിരുന്നു രാഹുലിന്റെ പ്രസംഗം. What would you like us to do? And the moment we win the election in 2019, fishermen will have their own ministry in Delhi. ശശി തരൂർ മികച്ച പാർലമെന്റേറിയനാണെന്നും കേരളത്തിന്റെയും കോൺഗ്രസിന്റെയും സമ്പത്താണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. That he has represented you extremely well in parliament. He raises your voice in parliament, he debates in parliament, and he fights for our ideology in parliament. തുലാഭാരത്തിനിടയിൽ തുലാസ് വീണ് പരിക്കേറ്റ ശശി തരൂർ ആശുപത്രി വിട്ട ശേഷം പങ്കെടുത്ത ആദ്യ പൊതുപരിപാടിയും ഇതായിരുന്നു. തലയിൽ കെട്ടുമായാണ് തരൂർ പൊതുസമ്മേളനത്തിനെത്തിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഓളെ പഠിപ്പിച്ച് ടീച്ചറാക്കിയത് വെറുതെയായെന്ന കെ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പരസ്യം വിവാദത്തിൽ. കാര്യം നടത്താൻ ആൺകുട്ടിയാണ് വേണ്ടതെന്ന് പറയുന്ന പരസ്യം സ്ത്രീ വിരുദ്ധമാണെന്നാണ് ആരോപണം. പരസ്യത്തിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് CPM. കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ സ്വന്തം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത പരസ്യമാണ് വിവാദമായത്. ഓളെ പഠിപ്പിച്ച് ടീച്ചറാക്കിയത് വെറുതെയായി എന്ന അടിക്കുറിപ്പ് എഴുതിയാണ് സ്ഥാനാർത്ഥി പരസ്യം പങ്കുവച്ചത്. ഓളെ പഠിപ്പിച്ച് ടീച്ചറാക്കിയത് വെറുതെ ഞാൻ അന്നേ പറഞ്ഞല്ലേ. ഒരു വീട്ടിലെ സ്വത്ത് തർക്കം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ആരംഭിക്കുന്ന പരസ്യത്തിൽ അവൾ പോയാൽ ഒന്നും നടക്കില്ല എന്നും കാര്യങ്ങൾ ശരിയാക്കാൻ ആൺകുട്ടി തന്നെ പോകണം എന്നുമാണ് പരാമർശം. ഇനി ഓൻ തന്നെ പോണം. ശരിയാ. ഒരു തെറ്റേത് പോലീസുകാരന് പറ്റും, രണ്ടാമത് ആവർത്തിക്കില്ല. മനസ്സിലാക്കാൻ ലേശം വൈകി. പാർലമെന്റിൽ PK ശ്രീമതി നടത്തിയ പ്രസംഗങ്ങളെയും പരസ്യം കളിയാക്കുന്നുണ്ടെന്ന് ആരോപണമുണ്ട്. ഓള് പോയി സംസാരിച്ചൊന്നും കാര്യം നടക്കൂല രാമ. ഒരു വട്ടം പോയതല്ലേ, ആടെ പോയിട്ട് ഓള് പറഞ്ഞത് ഓർക്കും മനസ്സിലായില്ല. അതാണേലും ഓക്കോട്ട് പിടിയിലാണ്. സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് CPM. ഈ സ്ത്രീവിരുദ്ധ പരസ്യത്തെ തുറന്നു കാട്ടിക്കൊണ്ട് പ്രചാരവേല നടത്തുന്നതോടൊപ്പം അതുപോലെ ഈ പരസ്യത്തിന്റെ പിന്നിലുള്ളവരെയും
നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കും. എന്നാൽ പരസ്യത്തെക്കുറിച്ച് പ്രതികരിക്കാൻ LDF സ്ഥാനാർത്ഥി PK ശ്രീമതി തയ്യാറായില്ല. ന്യൂസ് 18 കണ്ണൂർ. വിഴിഞ്ഞം പദ്ധതിക്ക് വെല്ലുവിളിയാകാനിടയുള്ള ഇനിയും തുറമുഖ പദ്ധതി കന്യാകുമാരി തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമാണ്. പദ്ധതി വലിയ വികസന നേട്ടമായി BJP ഉയർത്തിക്കാട്ടുമ്പോൾ മത്സ്യത്തൊഴിലാളി മേഖല ഒന്നടങ്കം പദ്ധതിക്കെതിരെ രംഗത്ത് വന്നതാണ് എതിരാളികൾ ആയുധമാക്കുന്നത്. BJP സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ പൊൻ രാധാകൃഷ്ണൻ എണ്ണിപ്പറയുന്ന വികസന പദ്ധതികളിൽ മുൻനിരയിലാണ് നിർദ്ദിഷ്ട തുറമുഖ പദ്ധതി. BJP ഇത് വികസന നേട്ടമായിട്ടാണ് ഉയർത്തിക്കാട്ടുന്നതെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് പദ്ധതി സൃഷ്ടിക്കുന്ന ആശങ്ക ചെറുതല്ല. തീരദേശ മേഖല ഒന്നാകെ പദ്ധതിക്കെതിരെ രംഗത്തെത്തി. കാരണം என்ன ஏழைகளுக்கு கடன் வாங்கி எடுத்து இப்போ ஒரு வீடை வச்சுருக்காங்க. இந்த ஏரியா எல்லாம் போக்கு. அதனால வத்த துறைமுகம் வேண்டாം. കന്യാകുമാരിയിലെ മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങൾ ഒന്നാകെ ഇല്ലാതാകുമെന്നാണ് ഇവരുടെ ആശങ്ക. ആദ്യം കുളച്ചൽ കേന്ദ്രമായി പ്രഖ്യാപിച്ച പദ്ധതി പിന്നീട് എതിർപ്പിനെ തുടർന്ന് ഇനയത്തേക്ക് മാറ്റി. പാവങ്ങൾക്ക് ரொம்ப ബുദ്ധിമുട്ടാണ് ഒരു ഇത് அந்த ஆர்வம் வந்தாங்க ഇവിടെ ഒരുപാട് വീടുകൾ പോകും, நம்ம சர்ச்சுகள்லாம் போகும். அந்த துறைமுகத்தை கொண்டு வந்து எங்கள் மக்களை வேற இடத்துக்கு அப்புறப்படுத்தணும். இதான் அவரோட எண்ணம். அது நாங்கள் அதுக்கு தயாரில்லை. எங்களுக்கு தேவை மீன்பிடி துறைமுகம். ഇത് இந்த തുറമുഖത്തെ വിരിവാക്കി പെരിയ തുറമുഖം തന്നാലേ പോതും ഞങ്ങൾക്ക്. തീരദേശങ്ങളിൽ നിന്നും ഉയരുന്ന ഈ എതിർപ്പ് പൊൻ രാധാകൃഷ്ണന് സൃഷ്ടിക്കുന്ന ആശങ്ക ചെറുതല്ല. മത്സ്യത്തൊഴിലാളികൾ ഉയർത്തുന്ന പ്രതിഷേധങ്ങൾക്കൊപ്പം കോൺഗ്രസും DMKയും കൈകോർത്തതോടെ തുറമുഖ പദ്ധതി വലിയ രാഷ്ട്രീയ വിവാദമായി മാറുകയാണ്. The whole of Kanyakumari people have understood this, and especially the coastal belt from Nirodi to Arokyapuram, where near 2 lakh people are living, they have understood that it is a policy that is going to be fully against the people's interest. വിഴിഞ്ഞം പദ്ധതിക്ക് ബദലായി പ്രഖ്യാപിച്ച തുറമുഖ പദ്ധതി വലിയ അഭിമാന നേട്ടമായിട്ടാണ് BJP ഉയർത്തിക്കാട്ടുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഉയർത്തുന്ന ആശങ്കകളും അവരുടെ പ്രതിഷേധങ്ങളുമാണ് എതിർചേരിക്ക് ആയുധം. എന്തായാലും കന്യാകുമാരിയിൽ ജനവിധി നിർണ്ണയിക്കുന്നതിൽ ഇതൊരു നിർണായക ഘടകമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കന്യാകുമാരിയിൽ നിന്നും ക്യാമറാമാൻ ടിങ്കു രാജശേഖരനോടൊപ്പം TG സജിത്, ന്യൂസ് 8.